നടന്നു കുഞ്ചു. ആ പാടിയ കുഞ്ചിയമ്മയ്ക്ക്. കുഞ്ചിയമ്മയ്ക്ക് ആ 5 മക്കളാണ്. എന്താ എക്സ്പ്രഷൻ? 5 ആണ്. അഞ്ചാമൻ. അഞ്ചാമൻ ഓന് കുഞ്ചുവാണ്. ആ ആ പഞ്ചാര. ആ വിറ്റു കുഞ്ചു നടന്നു കുഞ്ചു. കുഞ്ചു പഞ്ചാര വിറ്റു. പല്ലൊക്കെ പോയിരിക്കുന്ന സെക്കൻഡ് സ്റ്റാൻഡേർഡ് പഞ്ചാര വിറ്റു നടന്നു. ഫസ്റ്റ് ആണല്ലോ. എനിക്ക് ഏറ്റവും രസമായിട്ട് ഇതിന്റെ അടിയിലുള്ള കമന്റ്സ് ഒക്കെ നിങ്ങൾ കണ്ടുണ്ടോ? അറിയാ അങ്ങേർക്ക് ലോട്ടോ കുഞ്ചു ഇതുവരെ എത്തിയില്ലേ, എങ്ങനെയെങ്കിലും പോട്ടെ, അങ്ങനെ ഈ കുഞ്ചുവിന് വല്ല കാര്യമുണ്ടോ? ഓട്ടോയ്ക്ക് പോയാൽ ഇത് റിയൽ ആണെന്ന് വിചാരിക്കും. ഈ തെലുങ്കിലേക്ക് പോയപ്പോ അവർക്ക് ലാംഗ്വേജ് അറിഞ്ഞൂടല്ലോ. അവര് പലരും വിചാരിച്ചിരിക്കണേ ഞാൻ ഇവളെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് പഠിപ്പിക്കാന്ന്. ഇപ്പൊ ഞാൻ ആരാന്ന് അവർക്ക് അറിഞ്ഞൂടാ. ഈവൻ ഞാൻ അത് കഴിഞ്ഞ് ഇത് ഞാൻ പോസ്റ്റ് ചെയ്ത് ഇത് എന്റെ ഫോണിൽ ആക്ച്വലി ഞാൻ സെൽഫി പോലെ എടുത്ത വീഡിയോയാ. വേറെ ആരും വീഡിയോ, ഞാനും ഇവളും മാത്രമേ ഉള്ളൂ, അമ്മ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇത് കയ്യിൽ ഫോൺ പിടിച്ചിട്ട് എടുത്ത വീഡിയോയാ. അപ്പം അതിന്റെ കാരണം അറിയാം. ഞാൻ ഇതിനു മുമ്പ് ഞാൻ എന്റെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു കുട്ടി ശരിക്കും കരഞ്ഞോണ്ട് ഇതിങ്ങനെ പറയുന്ന ഒരു വീഡിയോ ആ ഇടയ്ക്ക് വൈറലായിരുന്നു. അപ്പൊ ഇവൾ അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. ആ കുട്ടിയുടെ അതേ വോയിസിൽ ഇവള് പറയാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് ഫണ്ണായിട്ട് എടുത്തതാ. അപ്പൊ ആ ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ രണ്ടുപേരും കൂടെ ടിക്ടോക്ക് ഡബ് സ്മാഷ് ചെയ്യാൻ അതുപോലെ ചെയ്തതാ. ഇത് പോസ്റ്റ് ചെയ്ത് ഫസ്റ്റ് ഡേ തന്നെ ഭയങ്കര റീച്ച് ഉണ്ടായിരുന്നു. അപ്പൊ നെക്സ്റ്റ് ഡേ ഞാൻ ഷൂട്ടിന് ചെല്ലുമ്പം എൻ്റെ അസോസിയേറ്റ് ചോദിക്കുക, എന്ത് പീഡനമാണ് ആ കൊച്ചിനെ, ഇങ്ങനെയാണോ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ? അതെടുത്ത് എന്നിട്ട് പോസ്റ്റും ചെയ്തിരിക്കും. ഞാൻ എന്നിട്ട് പിന്നെ ആ ഒറിജിനൽ വീഡിയോ കാണിക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞത് ഞങ്ങൾ ആക്ടിങ് ആയിരുന്നു. അയ്യോ ആക്ടിങ് ആണ്, നമുക്കൊരു അവാർഡ് കൊടുക്കണം എന്ന് പറയുന്ന പോലെ. അങ്ങനെ അപ്പൊ ഇവളാ ശരിക്കും ഒറിജിനൽ വീഡിയോ കണ്ടാൽ മനസ്സിലായി ഇവളാ കുട്ടീനെ കറക്റ്റ് ആയിട്ട് ഇമിറ്റേറ്റ് ചെയ്തിരിക്കുക. ആ മൂക്കിൽ കൈയിടുന്നതും ചുമക്കുന്നതും ഒക്കെ അത് റിയൽ ആണ്. ആ കുട്ടി അതുപോലെ തന്നെ ചെയ്തതാ. അയ്യോ ചേച്ചി പറയുന്നത് വരെ സത്യയിടം എല്ലാരും വിചാരിച്ചിട്ടുണ്ട്, ഞാനും വിചാരിച്ചോണ്ടിരുന്നത്. കാരണം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ അമ്മമാരും മക്കളെ പഠിപ്പിക്കുന്നത്. അതെന്താ വെച്ചാൽ ഞങ്ങളുടെ ഓൺ സൗണ്ടിലല്ലേ ചെയ്തിരിക്കുന്നത്, ഓൺ വോയിസും കൂടെ ആയതുകൊണ്ട് എല്ലാരും പലരും അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ അമ്മ പറഞ്ഞു തരുമ്പം ഇങ്ങനെ ആലോചിക്കാറുണ്ടോ, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം? കാരണം കുഞ്ഞല്ലേ അന്ന്, ഇച്ചിരി കൂടെ കുഞ്ഞാണ്. അല്ല അതിൽ ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചതല്ല. അതാ ഞാൻ പറഞ്ഞു ഇവളെ ഇടയ്ക്ക് എപ്പോഴും ആ വീഡിയോ കുഞ്ഞല്ലേ അന്നപ്പം എപ്പോഴും എന്തെങ്കിലും ഒരു വീഡിയോ ഇഷ്ടമായ അത് കണ്ടോണ്ടിരിക്കുമല്ലോ. അപ്പൊ ഈ കുട്ടീനെ പഠിപ്പിക്കുന്ന ഈ വീഡിയോ ഇവള് കുറെ തവണ കണ്ടിട്ട് ഇവളിങ്ങനെ നടക്കുന്ന വഴിയൊക്കെ ഇവളന്ന് ഞാൻ ട്രിവാൻഡ്രത്ത് ഷൂട്ട് ചെയ്തത്. ട്രിവാൻഡ്രത്ത് ഞാൻ ഷൂട്ടിന്റെ സമയത്ത് ഇവള് ഇടയ്ക്ക് വീക്കെൻഡ്സിൽ അമ്മയും മോളും കൂടെ വരും. അപ്പൊ ഇവളിങ്ങനെ പഞ്ചാര വിറ്റു കുഞ്ചു നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ ഇത് എന്തെന്നാണ് ഇത് ചോദിച്ചു. അപ്പോഴാണ് ഈ വീഡിയോ ആക്ച്വലി ഞാനും കാണുന്നത്. അമ്മയുടെ ഫോണിൽ ഇവളിത് കണ്ടത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞ ഇത് അങ്ങനെ നോക്കുമ്പോ ഇവളിത് മുഴുവൻ പറയുന്നുണ്ട്. അപ്പൊ ഞാനും ഇവളും കൂടെ അത് ചെയ്തതാ. ഞാൻ പറഞ്ഞു കൊടുത്തല്ല, ഇവള് ആക്ച്വലി ചെയ്യുന്നോണ്ട് ഞാൻ എടുത്ത വീഡിയോയാ. അത് എനിക്കൊന്ന് ലൈവായിട്ട് കാണുന്നുണ്ട് കല്ലുവിന്റെ ഒരു പിന്നെ അത് ചെയ്തിട്ട് ശരിയായില്ല. ഞങ്ങൾ അതിനുശേഷം യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഇത് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അതിൽ ഇവൾക്ക് ശരിയാവുന്നില്ല. അത് ഇപ്പൊ മാറി. അന്ന് ഞാൻ കുഞ്ഞാണല്ലോ, ഒരു 5-6 ഇയേഴ്സേ ഉള്ളു. പക്ഷെ അന്നത്തെ ഇത് ഇപ്പൊ നമുക്ക് കിട്ടത്തില്ല. എന്നാലും ചെറുതായിട്ടൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടി. കുഞ്ചമ്മയ്ക്ക് 5 മക്കളാണ്. 5 ആണ്. അഞ്ചാമൻ ഓമന കുഞ്ചു ആണ്. പഞ്ചാര വിത്തു നടന്നു കുഞ്ചു. കറക്റ്റാ. ഇപ്പൊ എത്ര വർഷമായി? 7-8 years ആയിട്ടുണ്ടല്ലോ. 7-8 വർഷം കൊണ്ട് കുഞ്ഞ് പഠിച്ചു നടന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു. അത് അത്ര കുഞ്ഞു മനസ്സൊക്കെ ആകുമ്പോഴത്തേക്കിനെ അത് വേറെ അങ്ങനെ തന്നെ പറയും. ഇപ്പഴെന്ന് വെച്ചാ പറഞ്ഞ് അത് പഠിച്ചു കഴിഞ്ഞു. എനിക്ക് പിന്നെ കല്ലൂരിനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു വീഡിയോ ഉണ്ട് കേട്ടോ. അതാ ഈ വീഡിയോ. അയ്യോ കൊറേ ഉണ്ട് ഇങ്ങനത്തെ. എത്തിപ്പോ കീലക്ക എന്റെ ആക അല്ലെ തുറന്നാമൽ
എന്റെ ആകാശം. മിറ്റം. എന്നിട്ട് അത് കഴിഞ്ഞൊരു ചോദ്യമുണ്ട്, ആ കൊള്ളാമോ? അയ്യോ എനിക്കിത് കണ്ടപ്പോ എനിക്ക് എന്ത് നമുക്കൊരു ഭയങ്കര ഇഷ്ടം തോന്നി ഇത് കാണുമ്പോ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മള് കുഞ്ഞിനെ കണ്ടപ്പോ കണ്ണിനെ ഭയങ്കര ചബ്ബിയായിട്ടല്ലേ നമുക്ക് ഒരു മാമാട്ടിക്കുട്ടിയമ്മ സ്റ്റൈലിലുള്ള മുടി ഹെയർ സ്റ്റൈലും ഒക്കെ ആയിരുന്നു. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ പാട്ട്. ആണോ? ഞാൻ ഈ റൈം ഒന്നും ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഇതില് ഇതുപോലെ വേറൊരു കൂടെ ഉണ്ട്, കൂമ കൂമ നീ വരുമോ അങ്ങനെ പറഞ്ഞിട്ട്. അതായത് ഇവള് ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പൊ ഉണ്ടാക്കുന്നത്. അന്ന് ഇത്ര 2 വയസ്സുള്ള ഈ വീഡിയോയില് ഇങ്ങനെ ഇരുന്നിട്ട് വീടിന്റെ വാതിക്കലിരുന്ന് അവിടെ കാണുന്ന സാധനങ്ങളെല്ലാം കൊണ്ട് ട്യൂൺ ഒന്നായിരിക്കും, എന്നിട്ട് അവളുടേതായ കുറെ വാക്കുകളും ഒക്കെ കൊണ്ട് ഇങ്ങനെ പാടും. അതുപോലെ നമ്മുടെ മറ്റേ പാട്ട് ഏതായിരുന്നടാ? കല്ലുവിന്റെ ഒരു പാട്ടുണ്ടേ, പാടിക്കേ. ഒന്ന് പാടിയാലും അതെനിക്ക് ഇപ്പോഴും ചെറുതായിട്ട് ഓർമ്മ. എനിക്ക് ഓർമ്മയുണ്ട്. നീ പാടിയില്ലേ ഞാൻ പാടും. പൂവാണിക പികനല്ലോ റാണിക. അയ്യോ അതെന്താ ഇതിന്റെ അർത്ഥം? എനിക്ക് അർത്ഥം അങ്ങനെ അർത്ഥ വ്യത്യാസമൊന്നുമില്ല. ഇത് അങ്ങനെ അർത്ഥമില്ല, പ്രത്യേകിച്ച് അർത്ഥമില്ല. ഒന്നുമില്ല. സ്നേഹത്തിൻ പൂവാണിക പികനല്ലോ വിടനല്ലോ നിൻ പികനല്ലോ റാണിക. ഇതിങ്ങനെ എപ്പോഴും പാടും, കുളിപ്പിക്കുമ്പോഴും എന്തെങ്കിലും കൊടുക്കുമ്പോഴും ഒക്കെ ഇതിങ്ങനെ പാടിക്കൊണ്ട് നടക്കും. അതിന് പ്രത്യേകിച്ച് ഒന്നും അർത്ഥമില്ല, അതിനൊരു വാക്ക് പോലും മലയാളത്തിലുള്ള വാക്കുകളല്ല, തന്നെ പാടും. അതിപ്പോഴും എന്റെ അനിയന്റെ കയ്യില് വീഡിയോയുടെ ഒരു കളക്ഷൻ ഉണ്ട് ഇവളുടെ. ഈ 8 മാസം 9 മാസം 1 വയസ്സൊക്കെ ആ സമയത്ത് ഇവൻ ഇങ്ങനെ ഇവന്റെ മേത്ത് പിടിച്ചിരുത്തിയിട്ട് എടുക്കും വീഡിയോ. വർത്താനം പറഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് ഇതുപോലെ മമ്മൂട്ടി എന്ന് പറയുമ്പോ ഇങ്ങനെ കാണിക്കും, മോഹൻലാൽ. അവൻ എന്നിട്ട് പറയുന്ന ഒരു കാര്യം, ഇതെല്ലാം ഇവളുടെ കല്യാണത്തിന് ആ വലിയ LED സ്ക്രീനിൽ ഞാൻ വയ്ക്കും. അതെപ്പോഴും പറയും അവൻ എനിക്ക് അയച്ചു തരാത്ത, അവന് കോപ്പിറൈറ്റ് ഉള്ള കുറെ സാധനങ്ങളുണ്ട്. അവൻ പറയാം അത് ആർക്കും കൊടുക്കൂല, അവൻ എനിക്ക് പോലും അയച്ചു തരൂല. അവന്റെ കയ്യിൽ അത് അവൻ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അവന്റെ പേർപ്പസ് ഇതാണ്.